നമ്മുടെ സ്കൂളുകളിലെ ഇളം തലമുറയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളെ കുട്ടികൾ തലതിരിഞ്ഞു പോകുന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഒരു പാലക്കാട്ട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു +1 വിദ്യാർത്ഥി പ്രിൻസിപ്പളിനോട് കൊന്നുകളയും തട്ടിക്കളയും, പുറത്തിറങ്ങിയാൽ വച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെയാകുന്നത്? കുട്ടികളെ മൊത്തം ഇങ്ങനെ പഴിക്കുന്നതോടും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതോ കുട്ടികളിൽ പ്രശ്നങ്ങളുണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാനിവിടെ ഒന്ന് ഓർമ്മിക്കുന്നു. കാരണം നമ്മളെ നാട്ടിൽ കുറേ കാലമായി കേട്ടുവരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ക്യാമ്പസുകളിലും സ്കൂൾ അന്തരീക്ഷങ്ങളിലും സ്കൂൾ കുട്ടികളുമൊക്കെ നമ്മുടെ നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കുന്ന മുദ്രാവാക്യം: തള്ളേ കണ്ടു മരിക്കില്ല, കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, പറയുന്നതാരെന്നറിയാമോ, ചോരച്ചാലുകൾ നീന്തി കയറിയ എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഈ മുദ്രാവാക്യം. കുറേ കാലമായി ഈ മുദ്രാവാക്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ പണ്ട് മുതൽ, കമ്പ്യൂട്ടറൊക്കെ വരുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, 60കളിൽ 70കളിൽ ഇതൊക്കെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് റേഡിയോ പോലും, ഇന്ന് നമുക്ക് ഫോണുണ്ട്, വീഡിയോ കോള് നടത്താം. അമേരിക്കയിലിരിക്കുന്ന ആളിനെ, അതായത് നമ്മുടെ ഭൂമിയുടെ മറുതലയിലിരിക്കുന്ന ആളിനെ, രാത്രി അവിടെ ഉറങ്ങുന്ന ആളിനെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് വീഡിയോ കോളിലൂടെ കണ്ട് സംസാരിക്കാം. അത്രമാത്രം കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് റേഡിയോ പോലും ഇല്ലാത്ത കാലം. റേഡിയോ വളരെ അപൂർവമാണ്, വളരെ അപൂർവമായ ഒരു വസ്തുവാണ് അന്ന് റേഡിയോ. ഫോണെന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് പോലും അറിയില്ല, അങ്ങനെ ഒരു സങ്കല്പം പോലും നമ്മുടെ മനസ്സിനകത്തില്ല. അന്ന് നേതാക്കൾ കുട്ടികൾക്ക് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യമാണത്. തള്ളേ കണ്ടു മരിക്കില്ല, കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, പറയുന്നതാരെന്നറിയാമോ, ചോരച്ചാലുകൾ നീന്തി കയറിയ ഭാരതത്തിലെ വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ പറഞ്ഞാണ് മുദ്രാവാക്യം. ഈ മുദ്രാവാക്യങ്ങൾ കേട്ട് വളർന്നു വന്ന നമ്മുടെ തലമുറയായിട്ട്, നമ്മുടെ രക്തത്തിൽ കേട്ട്, നമ്മുടെ തലച്ചോറിൽ രജിസ്റ്ററായി കിടക്കുന്ന നമ്മുടെ ഈ ഒരു തലമുറ, കേരളത്തിൻ്റെ ഈ തലമുറ, ആ തലമുറയിൽപ്പെട്ട ഒരു പിൻതലമുറ, ഏറ്റവും ഇളം തലമുറ, അത് ഈ ആനക്കര സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ നമുക്ക് അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കാണാം. അയാൾ പ്രിൻസിപ്പാളിനോട് തന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഈ അടുത്ത കാലത്ത് പോലും ആ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നു. മാറാത്തത് ആരാണ്? നമ്മുടെ നാട് മാറി, കാലം മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി, ഈ മുദ്രാവാക്യം മാറിയിട്ടില്ല. അപ്പോൾ ഈ മാറാത്തത് ആരാണ്? ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. അവർക്ക് മാറ്റമില്ല, അവർക്ക് അവരുടെ രീതികൾക്ക്, അവരുടെ ശൈലികൾക്ക് മാറ്റമില്ല. അങ്ങനെ മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ ഇത്തരം സംഗതികൾ വരുന്നതും, നമ്മുടെ കുട്ടികളുടെ രക്ഷാകർത്താക്കളിൽ ഇത്തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ അടങ്ങുന്ന സ്വഭാവ വൈകല്യങ്ങൾ വരുന്നതും, അവർ വീടുകളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണുന്നതും, വീടുകളിൽ ഒരു സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകാതിരിക്കുന്നതും, അവിടെ മദ്യപിച്ചവരെത്തുന്നതും, മദ്യം കൂടുതൽ ലഭ്യമായപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്ത വീടായിട്ട് മാറുന്നതും, അത് കണ്ടു വളരുന്ന അച്ഛനും അമ്മയും വഴക്കിടുന്നതും, പരസ്പരം പോരടിക്കുന്നതും, പരസ്പരം വഴക്കടിക്കുന്നതും, ചീത്ത വിളിക്കുന്നതും കേട്ട് വളർന്ന കുട്ടികൾ, ഈ മുദ്രാവാക്യം കേട്ട് വളരുന്ന കുട്ടികൾ, കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും എന്നൊക്കെ ഉള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ഈ റോഡുകളിൽ കൂടി ഇപ്പോഴും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുന്ന കുട്ടികൾ എന്താകണം? ഇവിടെ മാറേണ്ടത് പ്രസ്ഥാനങ്ങളാണ്. ഈ മുദ്രാവാക്യങ്ങൾക്ക് ജന്മം നൽകിയ പ്രസ്ഥാനങ്ങൾ മാറണം. ഈ കുട്ടികളുടെ വിദ്യാർത്ഥി സംഘടന പരിപൂർണമായി മാറണം, അഴിച്ചു പണിയണം. ഒന്നുകിൽ അഴിച്ചു പണിയാൻ കഴിയില്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥി സംഘടനകൾ ഈ നാട്ടിൽ വേണ്ട എന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കണം. എന്നാൽ മാത്രമേ കഴിയൂ. എന്തായാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതൊന്നും ഇത്തരം മുദ്രാവാക്യങ്ങൾ ഇതൊന്നും നമ്മൾ ആദ്യമായല്ല കേൾക്കുന്ന. പാലക്കാട്ടുകാരൻ കുട്ടി നിന്നല്ല നമ്മളിത് കേൾക്കുന്നത്, നമ്മൾ ഓർമ്മിക്കുക. എന്തായാലും ഭീഷണി മുഴക്കിയവർ കുട്ടികൾ മാത്രമായിരുന്നില്ല, ഉത്തരവാദപ്പെട്ട നേതൃത്വ പദവിയിലുള്ളവരും നേതാക്കളുമായിരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. എന്തായാലും പാലക്കാട്ടെ കുട്ടിയെ എന്തു പറഞ്ഞാകും ഗുണദോഷിക്കുക എന്നതാണ് ഈ സമൂഹം എന്നത് ആണ് എനിക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല നമ്മുടെ സിനിമകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഉള്ള സിനിമകൾ, ലേറ്റസ്റ്റ് സിനിമകൾ പോലും തോക്കെടുത്ത് പരസ്പരം വെടിവെച്ച് കൊല്ലുന്ന സിനിമകളാണ് വരുന്നത്. യാതൊരു ലോജിക്കും ഇല്ലാത്ത ചില കഥകൾ,
പിന്നെ കുറച്ച് സൂപ്പർ സ്റ്റാറുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിനിമകൾ, ആ സിനിമകളെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുക, പിന്നെ ബോക്സ് ഓഫീസിൽ ഉയർന്നു എന്നും പാൻ ഇന്ത്യൻ സിനിമയായെന്നും അത് പിന്നെ കോടികൾ ഇതാ വലിച്ചു മാറിയെന്നും അതിൻ്റെ നായകനായി വന്നവൻ ഇതാ എല്ലാരെക്കാളും ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുക, അത് കുട്ടികൾ കണ്ട് ആഹ്ലാദിക്കുക, അവരത് വായിക്കുക, അത്തരം വീഡിയോകൾ അവർ കാണുക. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ എന്താകും? എനിക്കും ഇതുപോലെ മാർക്കോയെ പോലെ ഒരാളായിക്കൂടാ എന്ന് ചിന്തിച്ചാൽ എന്താണ് ചെയ്യുക? അങ്ങനെ ചിന്തിച്ച ഒരു പ്രതിനിധിയല്ലേ നമ്മുടെ ഈ സ്കൂളിലെ +1 വിദ്യാർത്ഥി എന്നത് നമ്മൾ ഇത് കാണും. എന്തായാലും കുടുംബ പശ്ചാത്തലം നമുക്ക് മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛനും അമ്മയും നമ്മൾ വഴക്കിടുന്നതും ഇതൊക്കെ കുടുംബ പശ്ചാത്തലത്തിൽ കാണുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ മദ്യം കൂടുതൽ ലഭ്യമായതിൻ്റെ, സുഭിക്ഷമായി ലഭ്യമായതിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ മനോഗതങ്ങൾ ഏറെക്കുറെ പൊരുത്തപ്പെടുന്നതാകണം എന്നതും മറ്റൊരു കാര്യം. എന്നാലും കുട്ടികൾ പലതരം സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. സ്കൂളിൽ വരുന്നത് അങ്ങനെയാണ്. സ്കൂൾ അധ്യാപകർക്കും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ വീഡിയോ പുറത്തു വന്നത് എങ്ങനെ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ ആരെടുത്തു, എങ്ങനെ എടുത്തു, എന്തിനാണ് ആ വീഡിയോ പുറത്തു വിട്ടത് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ആ കുട്ടി മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു. അത് പോലീസും രക്ഷാകർത്താക്കളും വന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മാപ്പ് പറയിച്ചതായിട്ടാണ് കാണുന്നത്. കുട്ടിയുടെ മാനസാന്തരം വന്നു എന്ന് പറയും. നല്ല കാര്യം. ഒരു കുട്ടിയെ നമുക്ക് ഈ പ്രായത്തിലുള്ള കൗമാര പ്രായത്തിലുള്ള കുട്ടിയെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയും. എന്തായാലും ഈ കുട്ടികളെ പലതരം സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഒരു വ്യത്യസ്തമായ വൈകാരിക മാനസിക വികായത്തിൽ അവർ വരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അവർ ഒരുമിക്കുന്ന ഒരു സ്ഥലത്താണ്. അതാണ് നമ്മൾ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. പല വീടുകളിലും സാമ്പ്രദായിക ചിന്തകൾക്കപ്പുറം ഉന്നതമായ കാഴ്ചപ്പാടുകളില്ലാത്ത രക്ഷിതാക്കൾ ഉണ്ടാകാം. പക്ഷേ അവരുടെ മറുപതിപ്പുകൾ മാത്രമാകരുത് അധ്യാപകർ. അതായത് രക്ഷാകർത്താക്കളെ പോലെ ആകരുത് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ. രക്ഷാകർത്താക്കൾ ശാസിക്കുകയും വളരെയധികം ദേഷ്യപ്പെടുകയും കയർക്കുകയൊക്കെ ചെയ്യുമ്പോൾ രക്ഷാകർത്താവിൻ്റെ മുന്നിൽ മിണ്ടാതെ ഇരിക്കുന്ന കുട്ടി സ്കൂളിൽ വരുമ്പോഴും അതുപോലെ അധ്യാപകരിൽ നിന്നും അതിനപ്പുറത്തുള്ള വഴക്ക് കേൾക്കലും കയർക്കലും ആക്ഷേപങ്ങൾ കേൾക്കലും കഴിയുമ്പോൾ ആ കുട്ടിയുടെ വ്യക്തിത്വം എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളിലെ അധ്യാപകർക്ക് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഒരു കാര്യം നമുക്ക് ആലോചിക്കാം. വിമതത്വം രക്തത്തിൽ കലരുന്ന കാലമാണ് കൗമാരം എന്നത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിദ്യാലയങ്ങളിലെ അച്ചടക്കം പരിപാലിക്കാതിരിക്കാൻ അധ്യാപകർക്കൊട്ട് സാധ്യവുമല്ല. തീർച്ചയായിട്ടും അധ്യാപകർക്ക് അതൊക്കെ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. കാർക്കശ്യം പണ്ടേ പോലെ ഇക്കാലത്ത് വില പോവില്ല എന്നത് ഒരു പ്രധാന കാര്യമാണ്. നമ്മൾ ചൂരൽ കഷായം, പണ്ട് ചൂരൽ കഷായം എന്ന് പറയുന്നുണ്ട്. ആ ചൂരൽ കഷായം കൊണ്ട് കുട്ടികളെ അടക്കി ഇരുത്തിക്കളയാമെന്ന് കരുതുന്നവരുമല്ല ഇന്നത്തെ അധ്യാപകർ. അവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ കുട്ടികളുടെ മനോനിലയും വൈകാരികതയും പരിഗണിക്കേണ്ടതുണ്ടെന്ന ബോധ്യമുള്ളവരാകണം നമ്മുടെ അധ്യാപകർ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് സ്വീകരിക്കേണ്ട സമീപനത്തിന്റെ കാര്യത്തിൽ അധ്യാപകർക്ക് അവരുടേതായ മാനസിക സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അതും യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥി പ്രിൻസിപ്പളിനോട് ചൊടിച്ച സംഭവം എന്തായാലും വിവാദമാക്കിക്കൊണ്ട് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ. ഈ വീഡിയോ എടുത്തതാരാണ്, എങ്ങനെ വീഡിയോ എടുത്തു, ഈ വീഡിയോ എടുത്തിട്ട് എന്തിനാണ് ഇതിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അധ്യാപകർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ പോലീസിന് കൊടുത്തു എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ വീഡിയോ ചിത്രീകരിച്ചതിലെ അനീതി അപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ പൊതുവെ വരുന്ന വിവരം. എന്തായാലും ആയിക്കോട്ടെ, തലമുറകളുടെ അന്തരം ഏറ്റവും സങ്കീർണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കുന്നു. കുട്ടികളും കൗമാരക്കാരുമുള്ള ഓരോ വീട്ടിലും ഇതിൻ്റെ വീർപ്പുട്ടലുകളുണ്ട്. ശരി തെറ്റുകൾ ഒന്ന് വിവേചിച്ചറിയാൻ മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന അവരെ എങ്ങനെ സമീപിക്കണമെന്ന് തന്നെ നിശ്ചയിക്കാനാകാത്ത അവസ്ഥയിലാണ് നമ്മുടെ മാതാപിതാക്കൾ. മക്കൾ വിഹരിക്കുന്ന ചിന്താലോകം തങ്ങളുടേതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണെന്ന് അവർ ചങ്കിടിപ്പോടെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ മാറേണ്ടത് എന്താണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ മാറേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളും
ശൈലികളും മുദ്രാവാക്യവുമാണ്. അതിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയൂ. കാരണം നമ്മുടെ നാട് ഇപ്പോൾ ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കേരളമാണ്. ഏത് വിഷയത്തിലും കഴിക്കുന്ന ചോറിൽ പോലും രാഷ്ട്രീയം കാണുന്നവരാണ്. അതിനകത്തൊരു ചുവന്ന കൊറിയുണ്ടോ അതോ പച്ചക്കറിയുണ്ടോ അതോ കാവിക്കറിയുണ്ടോ എന്ന് നോക്കുന്ന, ഊണ് വിളമ്പുമ്പോൾ ആ കറികളുടെ നിറത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. അത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു നാടാണ് കേരളം. അപ്പോൾ തന്നെ ഈ കേരളത്തിൽ മാറേണ്ടത് കൃത്യമായിട്ടും ഈ പഴഞ്ചൻ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നടക്കുന്ന നമുക്കറിയാലോ. ഇത് മാത്രമല്ല, ഹലോ മിസ്റ്റർ പ്രിൻസിപ്പാൾ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് നടക്കണം, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ആ കാലുകൊണ്ട് നടക്കില്ല എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ കോളേജ് ക്യാമ്പസുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഈ വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തേ പറ്റൂ. മാറേണ്ടത് കുട്ടികളല്ല, രക്ഷാകർത്താക്കളല്ല. എന്നാൽ അവരും മാറേണ്ടത് തന്നെയാണ്. കുട്ടികളും മാറേണ്ടത് തന്നെയാണ്, രക്ഷാകർത്താക്കളും മാറേണ്ടത്. പക്ഷേ ഏറ്റവും ആദ്യം മാറേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ ഈ പഴഞ്ചൻ മുദ്രാവാക്യങ്ങളും അവരുടെ രീതികളും അവർ ഈ സമൂഹത്തിൽ തുറന്നുവിട്ട വികരമായ ചില ആശയങ്ങളും ചിന്തകളും അതെല്ലാം മാറ്റി അതിനെയെല്ലാം പരിഷ്കരിച്ച് അതെല്ലാം നാടിൻ്റെ വികസനത്തിന് ഗുണകരമല്ല എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു വികാരപരമായി കുറെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതിനെ വീണ്ടും ഉത്തേജിപ്പിച്ച് പഴയ ഭൂതകാല കഥകൾ വീണ്ടും വീണ്ടും പറഞ്ഞ്, ഭൂതകാല സംഭവങ്ങൾ പറഞ്ഞ്, ഭൂതകാല പോരാട്ടങ്ങളുടെ കഥകൾ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ ഈ നാട് നശിച്ചു പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യപത്രമാണ് ഈ +1 വിദ്യാർത്ഥി. ഇത് ഒരു വിദ്യാർത്ഥി ഇന്ന് കാണിച്ചെങ്കിൽ ഇത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മനസ്സുള്ളവരാണ്. ഇവിടെ അത് നമ്മൾ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഈ വികലമായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ടതും തിരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.